പൗരസ്ത്യ സുറിയാനി ഭാഷാ പഠനം തുടരുകയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 5 ലെറ്റേഴ്സാണ്, സിറിയക് ആൽഫബറ്റിലെ 5 ലെറ്റേഴ്സാണ് പഠിച്ചത്. അവയുടെ പേരുകൾ ഒന്നുകൂടി ഓർമ്മിക്കുക: ആലപ്, ബേസ്, ഗാമൽ, ദാലത്, ഹേ. ഇവിടെ ഒരു കാര്യം കൂടി ഒന്ന് സൂചിപ്പിക്കുകയാണ്. ദാലത് എന്ന ലെറ്ററിൻ്റെ സിറിയക് പേര് നമ്മൾ എഴുതുമ്പോൾ മൂന്നാമത്തെ ലെറ്റർ താവാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ആ താവ് സോഫ്റ്റായും ഉച്ചരിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ദാലത് എന്ന ഉച്ചാരണത്തിന് ദാലസ് എന്ന ഉച്ചാരണം കൂടി ആ ലെറ്ററിനുണ്ട്. കോമൺ ആയിട്ട് ദാലത് എന്ന് ഉപയോഗിക്കുന്നുണ്ടെങ്കിലും താവ് അവിടെ വന്നിരിക്കുന്നത് കൊണ്ടും താവ് സോഫ്റ്റ് ഉച്ചാരണമായതുകൊണ്ടും ദാലസ് എന്നുകൂടി ഉച്ചരിക്കാറുണ്ട്. അതുകൂടി ഇന്ന് ഓർമ്മയിൽ വയ്ക്കുക. ആലപ്പ്, ബേസ്, ഗാമൽ, ദാലത്, ഹേ. ഇനി നമുക്ക് അടുത്ത ലെറ്റർ 6th ലെറ്ററാണ്. സിറിയക് ആൽഫബറ്റിലെ 6th ലെറ്റർ. സിറിയക് ആൽഫബറ്റിലെ 6th ലെറ്റർ വാവ് എന്ന് ഉച്ചരിക്കും. എൻ്റെ പേര് വാവ്. ഞാൻ എൻ്റെ പേര് ഇവിടെ നിന്ന് എഴുതാം: VAU, വാവ്. വാവ് എന്ന സിറിയക്ക് പേരിൻ്റെ അല്ലെങ്കിൽ ഈ പേരിൻ്റെ ആദ്യത്തെ ലെറ്റർ വാവ് എന്ന ലെറ്ററാണ് ഇതിൻ്റെ ആദ്യമേ ഉപയോഗിച്ചിരിക്കുന്നത്. ഈ വാവ് എന്ന സിറിയക്ക് വാക്കിന് അല്ലെങ്കിൽ ഈ ലെറ്ററിൻ്റെ പേരിൻ്റെ അർത്ഥം ഹുക്ക് എന്നുള്ളതാണ്. കൊളുത്ത് എന്നർത്ഥമുള്ള വാക്കാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ആ ലെറ്റർ ഒന്ന് എഴുതുവാനായിട്ട് നോക്കാം. നേരത്തെ പറഞ്ഞതുപോലെ ഇതൊരു മിഡിൽ സൈസ് ലെറ്ററാണ്. ഞാൻ 4 വരിയിൽ കൂടി ആദ്യം എഴുതാം. ഇവിടെ ആദ്യമൊന്ന് അത് വരയില്ലാതെ തന്നെ ഒന്ന് എഴുതുകയാണ്. വാവ് എന്ന ലെറ്റർ മിഡിൽ സൈസ് ലെറ്ററാണ്. അപ്പോൾ അത് ഇവിടെ ഒരു പോയിന്റിൽ നിന്ന് ആരംഭിക്കുക. ഒരു ഓവൽ ഷേപ്പിൽ, റൗണ്ട് പോലെ തോന്നിക്കുമെങ്കിലും ഫുള്ള് റൗണ്ടല്ല, ഒരു ഓവൽ ഷേപ്പിലുള്ള ഒരു രൂപമാണ് അതിനുള്ളത്. ഒന്നുകൂടെ നോക്കുക. ഒരു പ്രാവശ്യം കൂടെ ഞാൻ എഴുതാം. വളരെ എളുപ്പത്തിൽ എഴുതാവുന്ന ഒരു ലെറ്ററാണ് ഇത്. ഒരു ഓവൽ ഷേപ്പിൽ അവിടെ ഒരു പോയിന്റിൽ നിന്ന് ആരംഭിക്കുക, അവിടെ തന്നെ പോയി അവസാനിപ്പിക്കുക. ഇനി അതൊരു 4 ലൈനിൽ അതിൻ്റെ വലിപ്പം കൂടി ഒന്ന് മനസ്സിലാക്കിക്കൊള്ളുക. ഇത് മിഡിൽ സൈസ് ലെറ്ററാണ്. നടുവിലുള്ള 2 ലൈനുകൾ ടച്ച് ചെയ്തുകൊണ്ട് ആണ് അതിൻ്റെ പൊസിഷൻ. പ്രത്യേക പരിശീലനം ഒന്നും കൂടാതെ തന്നെ പെട്ടെന്ന് മനസ്സിലാക്കാവുന്ന അല്ലെങ്കിൽ എഴുതാൻ പഠിക്കാവുന്ന ഒരു ലെറ്ററാണിത്, വാവ് എന്ന ലെറ്റർ. ഇതിൻ്റെ ന്യൂമറിക്കൽ വാല്യൂ എന്നുള്ളത് അതിൻ്റെ സീരിയൽ നമ്പറായ 6 തന്നെയാണ്. അപ്പോൾ 10 വരെയുള്ള ലെറ്റേഴ്സിൻ്റെ സീരിയൽ നമ്പർ തന്നെയാണ് അതിൻ്റെ ന്യൂമറിക്കൽ വാല്യൂ. അപ്പോൾ അതുകൂടെ ഒന്ന് എഴുതിയേക്കാൻ. ന്യൂമറിക്കൽ വാല്യൂ എന്നുള്ളത് NV6. ഇനി എൻ്റെ പ്രൊനൗൺസിയേഷനിലേക്ക് കിടക്കാം. വാവ് എന്ന ലെറ്ററിൻ്റെ പ്രൊനൗൺസിയേഷൻ, എൻ്റെ മലയാളം പ്രൊനൗൺസിയേഷൻ എന്നുള്ളത് വ എന്നുള്ളതാണ്. ഇതൊരു കോൺസണൻ്റ് ആയതുകൊണ്ടാണ് വ എന്ന് ഉച്ചരിക്കുന്നത്. നമുക്ക് സൗകര്യത്തേക്ക് ഇതിനൊരു ആ വവ്വൽ കൊടുത്തുച്ചരിച്ചാൽ വ എന്ന് ഉച്ചരിക്കാം. വ. അപ്പോൾ വാവ് എന്ന വാക്ക് ഓർമ്മിച്ചാൽ മതി. അതിൻ്റെ ആദ്യത്തെ ലെറ്റർ വാവ്, ആ ലെറ്ററിൻ്റെ പ്രൊനൗൺസിയേഷൻ തന്നെയാണ് ഈ ലെറ്ററിനുള്ളത്, വ. അപ്പോൾ അതിൻ്റെ ഇംഗ്ലീഷ് പ്രൊനൗൺസിയേഷൻ എന്നുള്ളത് 2 എണ്ണം ഉണ്ട്. വി ഉണ്ട്, അതുപോലെ W. ഈ ലെറ്റേഴ്സിൻ്റെ പ്രൊനൗൺസിയേഷനാണ് വാവ് എന്ന ലെറ്ററിനുള്ളത്. അപ്പോൾ അത്രയും കാര്യങ്ങളാണ്. ഹുക്ക് എന്നർത്ഥമുള്ള വാവ് എന്ന പേരുള്ള ലെറ്ററാണിത്. അതിൻ്റെ ന്യൂമറിക്കൽ വാല്യൂ 6, മിഡിൽ സൈസ് വലിപ്പം വരുന്ന ലെറ്റർ. നമുക്ക് ആ ലെറ്റർ ഈ 5 ലെറ്റേഴ്സിൻ്റെ കൂടെ തന്നെ ഇവിടെ അത് എഴുതുകയാണ്. നമുക്ക് അടുത്ത ലെറ്ററിൻ്റെ പഠനത്തിലേക്ക് കിടക്കാം. സിറിയക് ആൽഫബറ്റിലെ 7th ലെറ്റർ. സിറിയക് ആൽഫബറ്റിലെ 7th ലെറ്റർ ഈസ് കോൾഡ് സൈൻ. സൈൻ എന്ന പേരുള്ള ലെറ്ററാണ് 7ാമത്തേത്. ZAIN. ഇപ്പോൾ ഈ സൈൻ എന്ന സുറിയാനി വാക്കിന് അതിൻ്റെ അർത്ഥം ഇതാണ്: വെപ്പൺ എന്നാണ് ഇതിൻ്റെ അർത്ഥം. സൈൻ, വെപ്പൺ. ഇനി നമുക്ക് ഈ ലെറ്റർ ഒന്ന് എഴുതുവാനായിട്ട് ശ്രദ്ധിക്കുക. ഇതൊരല്പം ശ്രദ്ധിക്കേണ്ട ഒരു ലെറ്ററാണ്.
ഒരു പോയിൻ്റ് ഇവിടെ എടുക്കുകയാണ്. അതിൽ നിന്ന് ആരംഭിക്കുന്നു. അല്പം ഇടത്തേക്ക് ഒരു ചെറിയ റൗണ്ട് രൂപത്തിൽ കൊണ്ടുവരുന്നു. അതിനുശേഷം വീണ്ടും അതിലെ ഇവിടെ വന്ന് അവസാനിക്കുന്നു. ഇത് മാത്രമല്ല, ഇതിൻ്റെ ഈ ഭാഗം നമ്മൾ കറുപ്പിക്കുക കൂടെ ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾ പേന കൊണ്ട് എഴുതുകയാണെങ്കിൽ ആ പേനയുടെ മഷി എന്താണോ അത് ഉപയോഗിച്ച് ഇവിടെ ഒന്ന് കറുപ്പിക്കുക കൂടെ ചെയ്യുക. ഒരു തവണ കൂടി ഞാനൊന്ന് എഴുതാം. ഇവിടെ ഒരു പോയിന്റിൽ നിന്ന് ആരംഭിക്കുക. ഇവിടെ നിന്ന് ആരംഭിച്ച് വലത്തേക്ക് പോയി ഇവിടേക്ക് വന്ന് അവസാനിക്കുന്നു. ഇപ്പോൾ ഇവിടെ എഴുതുമ്പോൾ തന്നെ ശ്രദ്ധിക്കുക, ഇതൊരു ചെറിയ ലെറ്ററാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മിഡിൽ സൈസ് ലെറ്റേഴ്സിൽ വരുന്നതാണ്. കൃത്യമായിട്ട് മനസ്സിലാക്കാൻ ഞാൻ 4 ലൈനിൽ അതിൻ്റെ ഷേപ്പ് കൂടി നോക്കണം. അത് കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കണം. 4 ലൈനിലെ 3-ാമത്തെ ലൈനിൽ ടച്ച് ചെയ്യുന്നു. 4-ാമത്തെ ലൈനിൻ്റെ ഭാഗത്തിലേക്ക്, അതായത് ഈ ലൈനിൻ്റെ താഴേക്ക് പോകുന്നതാണ് ഈ ലെറ്റർ. ഈ ലൈനിൻ്റെ പകുതി മാത്രമേ ഇവിടെ വരുന്നുള്ളൂ, ബാക്കി താഴേക്കാണ് പോകുന്നത്. ഈ 4-ാമത്തെ ലൈനിൻ്റെ അല്ലെങ്കിൽ ഇതിൻ്റെ പകുതി ഭാഗം വരെ എത്തുന്ന ലെറ്ററാണിത്. ചെറിയ മിഡിൽ സൈസ് ലെറ്റേഴ്സിൽ വരുന്നു. ഈ ലൈനിൽ ഇപ്പോൾ ലൈനിൻ്റെ മുകളിൽ ഇത്രയും ഭാഗമാണ് വരുന്നത്, ബാക്കി ഭാഗം ലൈനിൻ്റെ താഴേക്കാണ് പോകുന്നത്. അപ്പോൾ ആ രീതിയിൽ ഒന്ന് ശ്രദ്ധിച്ചാൽ നമ്മൾ എഴുതുമ്പോൾ ശരിയായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ന്യൂമറിക്കൽ വാല്യൂ സീരിയൽ നമ്പർ തന്നെയായ 7 എന്ന് തന്നെയാണ് ഇതിൻ്റെ ന്യൂമറിക്കൽ വാല്യൂ എന്നുള്ളത്. ഇനി നമുക്ക് അതിൻ്റെ പ്രൊനൗൺസിയേഷനിലേക്ക് കിടക്കാം. ഇതിൻ്റെ മലയാളം പ്രൊനൗൺസിയേഷൻ എന്നുള്ളത് സ് എന്ന് തന്നെയാണ്. സ എന്ന പ്രൊനൗൺസിയേഷനാണ് ഇതിനുള്ളത്. സ്. ഇപ്പോൾ നമ്മളൊരു ആകാരം കൊടുത്തു കഴിഞ്ഞാൽ സ എന്ന് ഉച്ചരിക്കാം. ഇപ്പോൾ സ എന്ന് ഉച്ചരിക്കുന്ന ഏതാനും ലെറ്റേഴ്സ് കൂടെയുണ്ട്. അതിൽ ആദ്യത്തേതാണ് ഈ ലെറ്റർ. ഇപ്പോൾ ഇംഗ്ലീഷിലാണെങ്കിൽ ഇസഡ് എന്ന പ്രൊനൗൺസിയേഷൻ, ഇസഡ് എന്ന ലെറ്ററിൻ്റെ പ്രൊനൗൺസിയേഷനാണ് ഈ സൈൻ എന്ന ലെറ്ററിന് ഉള്ളത്. ഇപ്പോൾ ലെറ്ററിൻ്റെ പേര് സൈൻ, മീനിങ് വെപ്പൺ, ന്യൂമറിക്കൽ വാല്യൂ 7, മിഡിൽ സൈസ് ലെറ്ററാണ്. മലയാളം പ്രൊനൗൺസിയേഷൻ സ്, ഇംഗ്ലീഷ് പ്രൊനൗൺസിയേഷന് സെഡ്. നമുക്ക് ആ ലെറ്റർ ഇവിടെ ഈ ലെറ്റേഴ്സിൻ്റെ ഗണത്തിലേക്ക് ഒന്ന് എഴുതുകയും കൂടെ ചെയ്യാം. ഇനി നമുക്ക് സിറിയക് ആൽഫബറ്റിലെ 8th ലെറ്ററിലേക്കാണ് നടക്കുന്നത്. അതിൻ്റെ പേരിതാണ് HTH, ഹേത്ത് എന്ന് എഴുതിയിരിക്കുന്നു. പക്ഷെ നമ്മൾ പ്രൊനൗൺസ് ചെയ്യുന്ന THന് സ് എന്ന ഉച്ചാരണമാണ് ഈസ്റ്റ് സിറിയക്കിൽ വരുന്നത്. അതുകൊണ്ട് ഹേസ് എന്ന് ഉച്ചരിക്കുകയത് ഹേസ് എന്ന് ഉച്ചരിക്കുന്നു. ഹേസ് എന്ന വാക്കിന്, ഈ സിറിയക്ക് വാക്കിൻ്റെ അർത്ഥം ലൈഫ് എന്നുള്ളതാണ്. ജീവൻ എന്നർത്ഥമാണ് ഈ വാക്കിനുള്ള. ഹേസ് എന്ന സിറിയക്ക് വാക്ക്, അതാണ് ഈ ലെറ്ററിൻ്റെ പേര്, ഹേസ്. ഇപ്പോൾ ഈ ലെറ്റർ ഇവിടെ ഒന്ന് എഴുതാം. ഹേസ് എന്ന ലെറ്റർ ഭാഷയിലെ ചെറിയ ലെറ്റേഴ്സ്, ഇന്നലെ കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ചിരുന്നല്ലോ, ചെറിയ ലെറ്റേഴ്സ് ഉണ്ട് സിറിയക്കിൽ. ആ ചെറിയ ലെറ്റേഴ്സിൽ ഒരെണ്ണമാണ് ഹേസ് എന്നുള്ളത്. അത് ഇവിടെ ഒന്ന് ആദ്യം എഴുതാം. ഇവിടെ നിന്ന് വലത്തുനിന്ന് ആരംഭിക്കുന്നു, ഇങ്ങനെ ചെരിച്ചൊരു ലൈൻ വരയ്ക്കുന്നു, താഴേക്ക് വരുന്നു. ഇതൊരു ലൈൻ ഇവിടെ ഉണ്ട് എന്ന് സങ്കല്പിച്ചാൽ ലൈൻ്റെ താഴെ വരെ വരുന്നു. വീണ്ടും മുകളിലേക്ക് നമ്മൾ ചെരിച്ചെടുക്കുന്നു, വീണ്ടും താഴേക്ക് ചെരിച്ച് കൊണ്ടുവരുന്നു. അതിനുശേഷം ഇവിടെ ഒരു ചെറിയ കുനിപ്പ് കൂടി ഇവിടെ കൊടുക്കുന്നു. അതായത് ഇതിന് ചേർന്ന് വരുന്ന ലെറ്റേഴ്സിനോട് ചേർത്ത് എഴുതുവാൻ വേണ്ടി കൂടെയാണ്. ഇവിടെ അല്പം ചെരിഞ്ഞു പോയിട്ടുണ്ട്. ഓക്കെ, ഒരു ലൈനിൽ നമ്മൾ ആരംഭിച്ച് ഒരു തവണ ഇവിടെ ഞാനിവിടെ നിന്ന് എഴുതാം. ഇവിടെ ഒരു ലൈൻ ഉണ്ടെന്ന് സങ്കല്പിച്ചാൽ ലൈനിൽ നിന്ന് ആരംഭിക്കുന്നു, അപ്പോൾ ചെരിച്ച് ഒരു ലൈൻ വരയ്ക്കുന്നു, താഴേക്ക് ചെരിച്ച് തന്നെ വരയ്ക്കുന്നു, വീണ്ടും മുകളിലേക്ക് എടുക്കുന്നു, വീണ്ടും താഴേക്ക് ചെരിച്ചെടുക്കുന്നു. ഈ എൻഡിങ്ങിൽ ഒരു ചെറിയ കുനിപ്പ് കൂടെ നമ്മൾ കൊടുക്കുന്നു. ഇവിടെ എഴുതിയപ്പോൾ അല്പം വലുപ്പം ഉണ്ടെങ്കിലും നമ്മൾ ഈ ഒരു 4 ലൈനിലേക്ക് എഴുതുമ്പോൾ അതിൻ്റെ വലുപ്പം ഒന്ന് ശ്രദ്ധിക്കുക. ഈ നടുവിലുള്ള 2 ലൈനിൻ്റെ പകുതി വലുപ്പം മാത്രമേ വരുന്നുള്ളൂ. ഇത്രയും വലുപ്പമേ അതിന് വരുന്നുള്ളൂ. അപ്പോൾ ഭാഷയിലെ ഏറ്റവും ചെറിയ ലെറ്റേഴ്സിൻ്റെ ഗണത്തിൽ വരുന്നതാണ് ഹേസ് എന്ന ലെറ്റർ. അപ്പോൾ ഇതിൻ്റെ ന്യൂമറിക്കൽ വാല്യൂ, ഇതിൻ്റെ സീരിയൽ നമ്പർ തന്നെയായ 8 എന്നുള്ളതാണ് ഇതിൻ്റെ ന്യൂമറിക്കൽ വാല്യൂ. ഇനി എൻ്റെ പ്രൊനൗൺസിയേഷനിലേക്ക് കിടക്കാം. ഇതിൻ്റെ മലയാളം പ്രൊനൗൺസിയേഷൻ എന്നുള്ളത്
ഹ എന്നുള്ളതാണ്. ഹ ഒരു വവൽ കൂടി കൊടുത്തു കഴിഞ്ഞാൽ ഹ എന്ന് ഉച്ചരിക്കുക. ഹ. പിന്നെ ഇംഗ്ലീഷ് പ്രൊനൗൺസിയേഷൻ വരുമ്പോൾ എച്ച്. അപ്പോൾ 8th ലെറ്റർ അതിൻ്റെ പേര് ഹേസ് എന്ന് നമ്മൾ ഉച്ചരിക്കും. ആ ഹേസ് എന്ന സിറിയക്ക് വാക്കിൻ്റെ അർത്ഥം ലൈഫ് എന്നുള്ളതാണ്. അതുപോലെ ഇതൊരു മിഡിൽ സൈസ് അല്ല സ്മോൾ സൈസ് ലെറ്റർ, സിറിയക്കിലെ ഏറ്റവും ചെറിയ ലെറ്റേഴ്സിൽ വരുന്നതാണ്. 4 ലൈനിലെ 2 ലൈനിൻ്റെ പകുതി വലിപ്പം മാത്രമേ വരുന്നുള്ളൂ. പിന്നെ അതിൻ്റെ പ്രൊനൗൺസിയേഷനെ കുറിച്ച് പറയുമ്പോൾ മലയാളം പ്രൊനൗൺസിയേഷൻ ഹ അല്ലെങ്കിൽ ഹ എന്ന് ഉച്ചരിക്കാം, ഇംഗ്ലീഷിൽ ഹ. എൻ്റെ പ്രൊനൗൺസിയേഷൻ ഓർത്തിരിക്കാൻ ഈ വാക്കിൻ്റെ പേര് നമ്മൾ ഓർത്തിരുന്നാൽ മതി. ആ പേരിൻ്റെ ആദ്യത്തെ ലെറ്ററിൻ്റെ ഉച്ചാരണം തന്നെയാണ് അതിൻ്റെ ഉച്ചാരണം. അതുകൊണ്ട് വളരെ എളുപ്പത്തിൽ എല്ലാ ലെറ്റേഴ്സിൻ്റെ ഉച്ചാരണം നമുക്ക് ഓർത്തിരിക്കാം. ആ ലെറ്ററിൻ്റെ പേര് പഠിച്ചാൽ മാത്രം മതി. നമുക്ക് ആ ലെറ്റർ ഇവിടെ എഴുതുകയും കൂടെ ചെയ്യാം. Now let us see the 9th letter of Syriac alphabet. 9th letter of Syriac alphabet is called Thes. ഇവിടെയും ഹേസിൻ്റെ കാര്യത്തിൽ പറഞ്ഞതുപോലെ TH എന്ന വന്നിരിക്കുന്നതുകൊണ്ട് തേത്തെന്നല്ല ഇത് ഉച്ചരിക്കുക. ഈ TH സിറിയക്ക് വാക്കാണ്, അതിൽ TH സ് എന്ന് ഉച്ചാരണം. അതുകൊണ്ട് നമ്മൾ തേസ് എന്ന് തന്നെയാണ് ഉച്ചരിക്കുന്നത്. തേസ് എന്ന വാക്കിൻ്റെ അർത്ഥം, തേസിൻ്റെ അർത്ഥം റിക്ലൻഷൻ എന്നാണ് ഈ വാക്കിൻ്റെ അർത്ഥം. റിക്ലൻഷൻ എന്നുള്ള വാക്കിന് റിക്ലൈനിങ് പോസ്റ്റർ, ചാരിക്കിടക്കുന്ന ഒരു പോസ്റ്റർ, അത് ഈ ലെറ്ററിൻ്റെ ഷേപ്പിനെ സൂചിപ്പിക്കുന്ന വാക്കാണത്. റിക്ലൻഷൻ, ചാരിക്കിടക്കുന്ന ഒരു പോസ്റ്ററിനോട് സമാനമായിട്ടുള്ള ഒരു ഷേപ്പാണ് ഈ ലെറ്ററിന് ഉള്ളത്. നമുക്ക് ആ ലെറ്റർ തന്നെ ആദ്യം നോക്കാം. ഈ ലെറ്റർ എഴുതുവാൻ എളുപ്പമാണ്. വളഞ്ഞ ലൈനുകളൊന്നുമില്ല, എല്ലാം നേരെയുള്ള ലൈനുകൾ തന്നെയാണ്. ആദ്യം ഒരു ചെരിഞ്ഞ ഒരു ലൈൻ വരയ്ക്കുന്നു. ഇത് വലിയ ലെറ്റേഴ്സ് വരുന്നതാണ്, അതുകൊണ്ട് അല്പം വലിപ്പത്തിൽ തന്നെ എഴുതുവാനായിട്ട് ഇവിടെ ശ്രദ്ധിക്കുക. ഇങ്ങനെ ഒരു ലൈൻ വരയ്ക്കുക, നന്നായിട്ട് ചെരിച്ച ഒരു ലൈൻ വരയ്ക്കുക. നേരെ മുകളിലേക്ക്, ഇവിടെ നമ്മൾ വരയ്ക്കുന്നത് സ്ട്രെയിറ്റായ ഒരു ലൈനാണ്. അത് നമ്മൾ വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഈ വരച്ച ലൈനിൻ്റെ ഏകദേശം സെൻറ്റർ പൊസിഷൻ വരെ മുകളിലേക്ക് കൊണ്ടുവരിക. അതിനുശേഷം അവിടെ നിന്ന് ഇടത്തേക്ക് നേരെ ഒരു ലൈൻ തന്നെയാണ്, അവിടെ വളവുകൾ വരുന്നില്ല, നേരെ ഒരു ലൈൻ തന്നെയാണ് അവിടെയും നമ്മൾ വരയ്ക്കേണ്ടത്. ഇപ്പോൾ നമ്മൾ 3 ലൈനുകളാണ് അവിടെ വരച്ചിരിക്കേണ്ടത്, വളവുകളൊന്നുമില്ല. ചെരിച്ച ഒരു ലൈൻ ആദ്യം വരയ്ക്കുക. അതിനുശേഷം അതിൻ്റെ ഒരു പകുതി വരെ ഉയരത്തിലേക്ക് നേരെ മുകളിലേക്ക് വരയ്ക്കുക. പിന്നെ അവിടെ നിന്ന് ഇടത്തേക്ക് നേരെ ഒരു ലൈൻ വരയ്ക്കുക. അപ്പോൾ തേസ് എന്ന ലെറ്റർ ആയിക്കൊള്ളും. ഈ എൻ്റെ വലുപ്പം കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം, ഏത് വലിയ ലെറ്റേഴ്സിൽ, അതായത് ബിഗ് സൈസ് ലെറ്റേഴ്സിൽ വരുന്ന ഒരു ലെറ്ററാണിത്. പക്ഷേ അതിൻ്റെ പൊസിഷൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. 4ാമത്തെ ലൈനിലേക്ക് ഇറങ്ങി നിൽക്കുന്ന ഒരു ലെറ്ററാണിത്. അതായത് ഈ ലൈനിൽ ആരംഭിക്കുന്നു, താഴത്തെ ലൈൻ വരെ പോകുന്നു, 3ാമത്തെ ലൈൻ ചേർത്താണ് ഇതിൻ്റെ സൈഡിലേക്കുള്ള വരയ്ക്കുന്നത്. അങ്ങനെ 3 ലൈനിലും ടച്ച് ചെയ്യുന്ന വലിയ ലെറ്റേഴ്സ്, ആലപ്പ് പോലെ, അതുപോലെ ഗാമൽ പോലെ, സാമ്യം കൂടുതൽ ഗാമലിനോടാണ്, ഗാമൽ പോലെ ഈ താഴത്തെ 3 ലൈനുകൾ ടച്ച് ചെയ്ത് നിൽക്കുന്ന ലെറ്ററാണിത്. അപ്പോൾ ഇതിൻ്റെ ന്യൂമറിക്കൽ വാല്യൂ എന്നുള്ളത് 9. ഇനി നമുക്ക് അതിൻ്റെ പ്രൊനൗൺസിയേഷനിലേക്ക് കിടക്കാം. അതിൻ്റെ മലയാളം പ്രൊനൗൺസിയേഷൻ എന്നുള്ളത്, തേസിൻ്റെ പ്രൊനൗൺസിയേഷന് ദ എന്ന മലയാള പ്രൊനൗൺസിയേഷൻ ദ. നമുക്കൊരു വവൽ കൊടുത്താൽ അതിന് ദ എന്ന് ഉച്ചരിക്കാം. തായല്ല, ദ, തായ്ത്തായിലെ 2ാമത്തെ ദ എന്നുള്ള ഉച്ചാരണമാണ് അതിന് വരുന്നത്. ഇംഗ്ലീഷിലാവുമ്പോൾ അതിന് ടി, അതുപോലെ ടി എന്നുള്ള പ്രൊനൗൺസിയേഷൻ നമുക്ക് കൊടുത്താൽ മതി. ടി, ഇംഗ്ലീഷിലെ ടിയുടെ പ്രൊനൗൺസിയേഷനാണ് ഈ ലെറ്ററിന് വരുന്നത്. അപ്പോൾ ഈ 9ാമത്തെ ലെറ്ററിൻ്റെ പേര് തേസ് എന്ന പേര്, മീനിങ് റിക്ലൻഷൻ, ന്യൂമറിക്കൽ വാല്യൂ 9. പിന്നെ ബിഗ് സൈസ് ലെറ്ററാണ്, 3 ലൈനുകൾ, എൻഡിങ് ലൈൻ വലത്തു നിന്ന് ഇടത്തേക്ക് നേരെ ഒരു ലൈൻ വരയ്ക്കുന്നു. 4 ലൈനിലാണെങ്കിൽ താഴത്തെ 3 ലൈൻ ടച്ച് ചെയ്യുന്ന ലെറ്ററാണ്. മലയാള പ്രൊനൗൺസിയേഷൻ ദ എന്ന് വരുന്നു. അതുപോലെ ഇംഗ്ലീഷിൽ ടി എന്ന പ്രൊനൗൺസിയേഷൻ. ഇതെഴുതുമ്പോൾ നമുക്കത് മനസ്സിലാകും, ഈ ലെറ്റേഴ്സിനെക്കാട്ടിലും താഴേക്ക് പോകുന്ന, അതായത് താഴത്തെ ലൈൻ ടച്ച് ചെയ്യുന്ന ലെറ്ററാണിത് എന്നുള്ള കാര്യം മനസ്സിലാക്കും. അടുത്തത് സിറിയക്
ആൽഫബറ്റിലെ പൗരസ്ത്യ സുറിയാനി ലെറ്റേഴ്സിലെ 10ാമത്തെ ലെറ്ററാണിത്. ഇറ്റ്സ് ദ 10th ലെറ്റർ. ഇറ്റ് ഈസ് കോൾഡ് YODH. യോദ് എന്ന് ഉച്ചരിക്കും. യോദ് എന്ന സിറിയക്ക് വാക്കാണ് ഈ ലെറ്ററിൻ്റെ പേര്. യോദ് എന്ന സിറിയക്ക് വാക്കിൻ്റെ അർത്ഥം ചൈൽഡ് എന്നാണ്. ബേബി അല്ല, ചൈൽഡ് എന്നല്ല അർത്ഥം യോദ് എന്ന വാക്കിന്. ഇതിൻ്റെ ഒരു പ്രത്യേകത, സുറിയാനി ആൽഫബറ്റിലെ ഹേസിൻ്റെ കാര്യം പറഞ്ഞതുപോലെ അതിലും ചെറിയ ലെറ്ററാണിത്. ഏറ്റവും ചെറിയ ലെറ്റർ. അത് മാത്രമല്ല ഒരു വീക്ക് ലെറ്റർ കൂടിയാണിത്. നമുക്ക് ആ ലെറ്റർ ഒന്ന് എഴുതാൻ നോക്കാം. ഇത് ചെറിയ ലെറ്റർ ആയത് നമ്മൾ എഴുതുമ്പോഴും അല്പം ചെറുതായിട്ട് തന്നെ എഴുതുകയാണ്. ഇവിടെ നിന്ന് ആരംഭിക്കുന്നു, മുകളിലേക്ക് എടുക്കുന്നു, അതിനോട് ചേർത്ത് തന്നെ താഴേക്ക് വരയ്ക്കുന്നു. ഒരല്പം ഇടത്തേക്ക് ഒരു ചെറിയ കുനുപ്പ് പോലെയും വരച്ചു വയ്ക്കും. അപ്പോൾ ഈ ഒരു പോയിന്റിൽ നിന്ന് നമ്മൾ ആരംഭിക്കുന്നു, ഏറെക്കുറെ നേരെ മുകളിലേക്ക് എടുക്കുന്നു, അതിനോട് ചേർത്ത് താഴേക്ക് വരയ്ക്കുന്നു. ഈ ഇടത്ത് വശത്തേക്ക് അല്പം കൂടി നീട്ടി വരയ്ക്കുന്നു. നമുക്ക് 4 ലൈനിൽ ഇതിൻ്റെ പൊസിഷൻ അല്ലെങ്കിൽ വലുപ്പം എന്തായിരിക്കും ഒന്നുകൂടെ നോക്കുക. ഈ നടുവിലെ 2 ലൈനിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ അതിൻ്റെ പകുതി വലുപ്പം മാത്രമേ വരുന്നുള്ളൂ. ആ 2 ലൈനിൻ്റെ നേർ പകുതി വലുപ്പം മാത്രമേ ആ ലെറ്ററിനുള്ളൂ എന്ന കാര്യം ശ്രദ്ധിക്കുക. അപ്പോൾ ഇതിൻ്റെ ന്യൂമറിക്കൽ വാല്യൂ എന്ന് പറയുന്നത് 10 ആണ്. ഇനി നമുക്ക് ആ പ്രൊനൗൺസിയേഷനിലേക്ക് വരാം. അതിൻ്റെ മലയാള പ്രൊനൗൺസിയേഷൻ യോദ്. അതിൽ നിന്ന് വ്യക്തമാണ്. ഇതിൻ്റെ മലയാള പ്രൊനൗൺസിയേഷൻ യാ എന്നുള്ളതാണ്. യാ എന്ന ലെറ്ററിൻ്റെ പ്രൊനൗൺസിയേഷനാണ് ഇതിനുള്ളത്. ഇനി എൻ്റെ ഇംഗ്ലീഷ് പ്രൊനൗൺസിയേഷൻ ആണെങ്കിൽ പാരലായിട്ടുള്ള വൈ അല്ലെങ്കിൽ ഐ ഇതിൻ്റെയൊക്കെ പ്രൊനൗൺസിയേഷന് വേണ്ടി ഈ ലെറ്ററാണ് ഉപയോഗിക്കുക. ഇപ്പോൾ 10th ലെറ്റർ, ഇറ്റ് ഈസ് കോൾഡ് യോദ്. ഇറ്റ്സ് മീനിങ് ഈസ് ചൈൽഡ്. ഇറ്റ്സ് ന്യൂമറിക്കൽ വാല്യൂ 10. പിന്നെ ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ടുള്ള സിറിയക്ക് ലെറ്ററാണ് യോദ്. 4 ലൈനിൻ്റെ ഉള്ളിൽ 2 ലൈനിൻ്റെ പകുതി മാത്രം വലിപ്പമേ വരുന്നുള്ളൂ. എൻ്റെ മലയാളം പ്രൊനൗൺസിയേഷൻ യാ. ഇംഗ്ലീഷ് പ്രൊനൗൺസിയേഷൻ വൈ ഓർ ഐ. നമുക്ക് യോദ് എന്ന ലെറ്റർ കൂടി ഈ ലെറ്റേഴ്സിൻ്റെ ഗണത്തിലേക്ക് എഴുതുകയാണ്. ഇപ്പം നോക്കുക, ഈ ലെറ്റേഴ്സിൻ്റെ ഒക്കെ പകുതി വലുപ്പം മാത്രമേ യോദ് എന്ന ലെറ്ററിനുള്ളൂ. സുറിയാനി ഭാഷയിലെ ആദ്യത്തെ 10 ലെറ്റേഴ്സാണ് നമ്മൾ പഠിച്ചത്. ആലപ്പ്, ബേസ്, ഗാമൽ, ദാലത്ത്, ഹേ, വാവ്, സൈൻ, ഹേസ്, തേസ്, യോദ്. ബാക്കി ലെറ്റേഴ്സ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. താങ്ക് യു.